ഇന്ന് ഡയറക്ടർ ജനറൽ ഷിപ്പിങ്ങുമായി ചർച്ച നടത്തുമ്പോൾ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. അതിൽ കണ്ട ചില കാര്യങ്ങൾ, കേരള തീരത്തടിഞ്ഞ എല്ലാ കണ്ടെയ്നറുകളും കസ്റ്റംസിനാണ് കൈമാറുക. നിലവിൽ 20 കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കസ്റ്റംസിന് കൈമാറും. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിനായി കേരള സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെയാണ്. ഇത് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് അറിയിക്കുകയുണ്ടായി. നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളെ സഹായിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി P&I ഇൻഷുറൻസ് ഏജൻസി കൊച്ചിയിൽ ഒരു നാശനഷ്ട ബാധ്യതാ ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഏജൻസിയുമായി ബന്ധപ്പെടുന്ന നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസറായ ക്യാപ്റ്റൻ അനീഷ് ജോസഫ് തന്നെയാണ്. ക്യാപ്റ്റൻ ജോസഫിനെ ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നതും എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളിലെയും നോഡൽ ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നതുമാണ്. ക്ലെയിമുകൾ കൃത്യമായും സമയബന്ധിതമായും ഫയൽ ചെയ്യാൻ ഇത് സഹായകമാകുമെന്നാണ് കരുതുന്നത്. കപ്പലിൻ്റെ ഇന്ധന അറയിലുള്ള ഇന്ധനം ജൂലൈ 3 വിദഗ്ധർ പുറത്തെടുക്കും. അതുവരെയോ അല്ലെങ്കിൽ കപ്പലിന് ചുറ്റും ബയോ സ്ഥാപിക്കുന്നതുവരെയോ കപ്പലിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം അനുവദിക്കാതിരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ട്. അത് നിലവിൽ നമ്മൾ നിർദ്ദേശമായിട്ട് നൽകിയിട്ടുണ്ട്. ജൂലൈ 3 കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും അതിനടുത്തുള്ള കണ്ടെയ്നറുകളും മറ്റും നീക്കം ചെയ്യുന്നത് കാലവർഷത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചത്.